നമസ്കാരം, എല്ലാവർക്കും ബിഗ് ബി ഫോളോവറിലേക്ക് സ്വാഗതം. രേവതിയോട് പുച്ഛം തോന്നുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇടുന്ന ആ വീഡിയോസിൽ രേവതി പറയുന്ന കാര്യങ്ങൾ പ്രത്യേക രേവതിക്ക് ഇഷ്ടപ്പെടാത്ത ചില ആളുകളെ കുറിച്ച് അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കുത്തി നിറച്ച് റിവ്യൂ ഉണ്ടാക്കുന്നു. റിവ്യൂവിൽ പറയുന്നതിൽ ഒരു 100-ൽ ഒരു 50% പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. പക്ഷെ ഇപ്പോഴും പല ആളുകളും, അതായത് ലൈവ് കാണാത്തവരും എപ്പിസോഡ്സ് കാണാത്തവരും രേവതി പറയുന്നതാണ് കറക്റ്റ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവരെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള റിവ്യൂസ് ആണ് ഇപ്പോൾ രേവതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് തുടങ്ങി സെക്കൻഡ് ഡേയിലെ ടാസ്കില് രേവതി പറയുന്ന പല കാര്യങ്ങളും ചില ആളുകളെ മാത്രം, അതായത് 2 സ്റ്റാൻഡിൽ നിൽക്കണം. 2 സ്റ്റാൻഡാണോ പല സ്റ്റാൻഡാണോ എത്ര സ്റ്റാൻഡ് എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്ക്, അതായത് ഒരേ തെറ്റ് ഒരാൾ ചെയ്യുമ്പോൾ, അത് രേവതിക്ക് ഫേവറിസം ഉള്ള ഒരാൾ ചെയ്യുമ്പോൾ അതൊരു ഗെയിം ചേഞ്ച് എന്നും, അല്ലെങ്കിൽ അത് വേറൊരാൾ ചെയ്യുമ്പോൾ അതിനെ ഒരു ചീപ്പ് ഗെയിം എന്നും ഒക്കെ ആയിട്ട് വ്യാഖ്യാനിക്കുന്ന രീതിയിലുള്ള റിവ്യൂ ആണ് രേവതി ഇട്ടുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. പച്ചയ്ക്ക് പറയാൻ ജനങ്ങളെ പറ്റിക്കുകയാണ്. അതായത് കുറച്ച് വർഷങ്ങൾ ആദ്യത്തെ സീസണിലൊക്കെ രേവതിയുടെ വളരെ നല്ല റിവ്യൂ ആയിരുന്നു. ഞാൻ അത്രമാത്രം കണ്ടിരുന്ന റിവ്യൂ ആയിരുന്നു. പക്ഷേ ഈ സീസണിൽ രേവതി വ്യക്തി വൈരാഗ്യം, അത് എന്തിന്റെ പേരിലാണെന്ന് അറിയില്ല, ഒരാളോടോ അല്ലെ 2 പേരോടോ ഉള്ള വ്യക്തി വൈരാഗ്യം തീർത്തുകൊണ്ടുള്ള റിവ്യൂ ആണ് പൂർണ്ണമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ടാസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഞാൻ ടാസ്ക് ലൈവിലൂടെ കണ്ടില്ല. അതായത് അനുമോളും അക്ബറും തമ്മിലുള്ള ഒരു ഇഷ്യൂ, ഞാൻ അനുമോളെ ഫിസിക്കലി എന്തൊക്കെയോ ചെയ്തു എന്നുള്ളത് ഞാൻ ലൈവിൽ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രേവതിയുടെ വീഡിയോ, അതായത് എനിക്ക് നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ രേവതിയുടെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു, നോട്ടിഫിക്കേഷൻസ് വരും. അതിൽ രേവതി പറഞ്ഞൊരു കാര്യം ഞാൻ കണ്ടു. ഞാനപ്പം വിചാരിക്കുന്നത്, ഞാൻ എന്താണ് സംഭവം എന്ന് നോക്കാൻ പോയില്ല. മേ ബി രേവതി പറഞ്ഞത് ശരിയാകും എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ റാൻഡം ആയിട്ട് എനിക്ക് വീണ്ടും അതായത് ഞാൻ ഇത് രാവിലെയാണ് രേവതിയുടെ വീഡിയോ കാണുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീഡിയോ യാദർശികമായിട്ട് ആ ഒരു ഇൻസിഡന്റിന്റെ വീഡിയോ പൂർണ്ണമായിട്ട് എനിക്ക് കാണാനിടയായി. കണ്ടപ്പോൾ ഞാൻ രേവതി പറഞ്ഞത് എൻറ്റയർലി ഡിഫറെന്റ്. അതായത് രേവതി പറഞ്ഞ സംഭവം പറഞ്ഞതിനെ കുറിച്ചല്ല, അതിനെ രേവതി മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയോടാണ് എനിക്ക് ബുദ്ധിമുട്ട്. അതായത് ആ രേവതിക്ക് അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് തെറ്റ് ചെയ്ത ആളെ ന്യായീകരിച്ചുകൊണ്ടും തെറ്റ് ചെയ്യാത്ത ആളെ മോശക്കാരി അല്ലെങ്കിൽ മോശക്കാരനാക്കിക്കൊണ്ടും പറയാൻ ഒരു പ്രത്യേക കഴിവുണ്ട് രേവതിക്ക്. അത് ജനങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ടാസ്കില് അനുമോള് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അക്ബർ അനുമോളോട് പറയാം, നിനക്ക് ഇനാഗുറേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ മാറിപ്പോക്കോ, അല്ലെങ്കിൽ നിനക്ക് അത്ര പറ്റത്തില്ലെങ്കിൽ മാറിപ്പോക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് അനുമോളുടെ മണ്ടയ്ക്കോട്ട് അക്ബർ കിടക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ, ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കാണുമ്പോൾ ഓക്കെ ടാസ്ക് ആണ്, അതിൽ ഫിസിക്കൽ അസാൾട്ട് ഒക്കെ നടക്കും, ശരിയാണ്. പക്ഷെ അത് അറിയാതെ നടക്കുന്നതാണ്. ഇന്റൻഷനലി നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റില്ല. അല്ലെ ഞാൻ ചെയ്യും, നീ വേണമെങ്കിൽ മാറിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഗെയിമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം അനുമോളുടെ മണ്ടയ്ക്കോട്ട് കിടക്കുമ്പോൾ ഒരാൾക്ക് വേദനിക്കുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്നു എന്ന് മനസ്സിലാവുമ്പോൾ ഒരു ഇഞ്ചെങ്കിലും ബാക്കിലോട്ട് മാറാനോ ആ ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ ഒന്ന് മാറ്റാനോ ശ്രമിക്കണം. അങ്ങനെ ഇതിനു മുമ്പുള്ള എല്ലാ സീസണുകളിലും അങ്ങനെയൊക്കെ ടാസ്കുകൾ വരുമ്പോൾ ആളുകൾ അതൊന്ന് ബാക്കിലോട്ട് മാറും, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് അവരെ ഒന്ന് റിലാക്സ് ആവാനെങ്കിലും ഒരു ഇത് കൊടുക്കും. ഇത് അനുമോൾ അവിടെ കാറുന്നുണ്ട്, ലക്ഷ്മി പറയുന്നുണ്ട്, പലരും പറയുമ്പോഴും അക്ബർ പറയുന്നത് നിനക്ക് ഇനാഗുറേഷൻ ചെയ്യണമെങ്കിൽ മാറിപ്പോക്കോ, നീ എനിക്ക് പറ്റത്തിലേക്ക് മാറിപ്പോ എന്നുള്ള രീതിയിൽ. അനു എന്ന് പറഞ്ഞൊരു വ്യക്തി ഒന്നാതെ ഷോർട്ടാണ്, അപ്പൊ ആ കുട്ടിയെ കാണാൻ പോലും പറ്റുന്നില്ല. അതിന്റെ മണ്ടയ്ക്കോട്ട് ആ ഒരു ഇത്രയും വലിയൊരു മനുഷ്യൻ, അക്ബറിന്റെ വെയിറ്റും ഇതൊക്കെ നമുക്കറിയാം, അക്ബർ നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാളാണ്. അത്രയും ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാൾ പൂർണ്ണമായിട്ടും ഫുൾ വെയിറ്റ് ആ ഒരു കുട്ടിയുടെ ഇതിലോട്ട് കൊടുക്കുമ്പോൾ അവള് എത്രയോ നാള് ഒരു 2-3 ആഴ്ചയായിട്ട് അനുമോൾ കരയുന്നില്ലായിരുന്നു, അനുമോൾ ഇനി കരയില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ നിൽക്കുന്ന, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പം ആ കുട്ടി ഇത്രയും ഇമോഷണലി ഇതായിട്ട് കഴിയണമെങ്കിൽ അത്രമാത്രം അതിന് ഹേർട്ട് ആയിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് ഒരു മര്യാദയും ഇല്ലാതെ അതിനെ റിവ്യൂ കൊടുക്കുമ്പോൾ ഒരു മര്യാദ ഇല്ലാതെ പറയുകയാണ്. അനു എന്താണ് അലിഗേഷൻ സംഭവിച്ചതെന്നുള്ളത് പറയുമ്പോൾ മൊത്തം ബീപ്പിടേണ്ടി വന്നു ഏഷ്യാന് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു അവസ്ഥ നോക്കിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ അവിടെയും പറയുമ്പോൾ ആ കുട്ടി, പിന്നെ ഒരാൾക്ക് ഹേർട്ട് ആവുമ്പോൾ രേവതിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു, രേവതി ഒരാൾ അടിച്ചു, അല്ലെങ്കിൽ രേവതിയെ ഭയങ്കരമായിട്ട് ഒരാൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതായത് ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്നു. രേവതി സഭ്യമായിട്ടുള്ള രീതിയിലും അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര കാമായിട്ടും ക്വയറ്റായിട്ട് രേവതിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ പറയുന്ന ഒരാളല്ല രേവതി. കാരണം അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ് തന്നെ ഏതോ ഒരു യൂട്യൂബറിനെതിരെ അവർക്കെതിരെ ഒരു വീഡിയോ ഇട്ടേക്കുന്നുണ്ട്. ഏതോ ഒരു പുള്ളിക്കാരന്റെ യൂട്യൂബിനെതിരെ, തനിക്കെതിരെ വന്ന ഒരു യൂട്യൂബറിനെതിരെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ രേവതിയുടെ ഫ്രസ്ട്രേഷൻസ് മൊത്തം തീർത്ത് എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് അങ്ങ് ലെവലിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് എന്തൊക്കെയോ വൾഗറായിട്ടൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ഒരാള് വെർബലി തന്നെ പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആകുന്ന രേവതി, അപ്പം മറ്റുള്ളവർ അതിനകത്ത് അവര് ഫിസിക്കലിയും വെർബലിയും ഒക്കെ ഒരാൾ ടോർച്ചർ ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ എല്ലാ ഫ്രസ്ട്രേഷൻസ് അവർ ഏത് രീതിയിലായിരിക്കും പ്രകടിപ്പിക്കുന്നത്?
അതൊരിക്കലും രേവതിക്ക് പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു? അത് അവിടെ ഉള്ള എല്ലാവരും അത് ചെയ്യുന്നുണ്ട്, ഒരാൾ മാത്രമല്ല. പക്ഷെ രേവതി പറയുമ്പോൾ ഒരാളെ കുറിച്ച് മാത്രം പറയുന്നു. അതുപോലെ തന്നെ ആദ്യം പല അതിനകത്ത് ടാസ്കിനകത്ത് തെറ്റ് കാണിക്കുമ്പോൾ അനുമോൾ അതിന് ചൂണ്ടിക്കാട്ടി വഴക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതും രേവതി എന്താണ് തിരിച്ചാണ് പറയുന്നത്. അനുമോൾക്ക് PR ഉണ്ടല്ലോ, അവർക്ക് എന്തും ചെയ്യാലോ, പട്ടഗൾസിന് എന്തും ആവല്ലോ, അങ്ങനെ ആവല്ലോ, ഇങ്ങനെയുള്ള രീതിയിൽ പറയുന്നത് ഈ PR ഒരു സംഭവം. ഞാൻ ചോദിച്ചോട്ടെ, അക്ബറും ആര്യനും എല്ലാം ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ PR ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു. അക്ബർ പറഞ്ഞു വ്യക്തമായിട്ട് PR ഉണ്ട് ലാലേട്ട ചെറിയ രീതിയിലൊക്കെയാണ്. അപ്പം അത് എന്താ, ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും PR തന്നെയാണ് രേവതി. അല്ലാതെ വലിയ രീതിയിൽ PR കൊടുത്താൽ അവർക്ക് പൈസ ഉണ്ടായിട്ട് അവർ വലിയ രീതിയിൽ കൊടുത്തു കാണും, ചെറിയ രീതിയിൽ കൊടുത്തവർ അവർ കുറച്ച് ഇതിൽ കൊടുത്തു കാണും. അത് PR ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്തിനു പറയുന്നത്? നിങ്ങൾ ഒരു സ്ത്രീയല്ലേ, നിങ്ങൾക്ക് ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു ജീവിതമുണ്ട്. അവർ ബിഗ് ബോസിനകത്ത് പോയിരിക്കുന്നത് അവർക്ക് അവരുടെ ലൈഫ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനും അവരവിടെ സ്വന്തമായിട്ട് അവർ കളിക്കാനുമാണ് പോയിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ പുറത്തിരുന്നിട്ട് അവരെ അവർ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അവർ ഞെട്ടും, ഇങ്ങനെയൊന്നും അല്ല അവിടെ നടക്കുന്നതെന്നുള്ളത്. കാരണം അത്രയ്ക്ക് രീതിയിലാണ് നിങ്ങൾ റിവ്യൂ പറഞ്ഞുണ്ടാക്കുന്നത്. നിങ്ങളുടെ റിവ്യൂവിൽ പറ്റി വെച്ചാൽ നിങ്ങൾ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ കോഴിയാക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് നിങ്ങൾ പറയുന്ന റിവ്യൂവിനുണ്ട്. അത് നിങ്ങൾ അത്രമാത്രം ഫലിപ്പിച്ച് ആളുകളെ നിങ്ങൾ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരെങ്കിലും തുറന്ന് പറഞ്ഞാലും നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ PR എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ ഞാൻ കരിവാരി തീക്കും. ആരാണോ പറയുന്നത് ഒരു കമന്റിന് നിങ്ങളുടെ പോസ്റ്റിനടിയിൽ ഒരു കമന്റ് ഇടാൻ പറ്റത്തില്ല. ഞാൻ എത്രയോ വട്ടം നിങ്ങളുടെ പോസ്റ്റിനടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. അത് കമന്റ് നിങ്ങൾ ആക്കാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബിലൂടെ ഇടുന്നത്. കാരണം ഞാൻ നേരത്തെ യൂട്യൂബിൽ റിവ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് സാഹചര്യം കൊണ്ട് പറ്റാത്തത് കൊണ്ട്, ഞാനിപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ടും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ലൈവ് കാണാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ റിവ്യൂസ് ഇടാത്ത ഒരാളാണ്. പക്ഷെ നിങ്ങളുടെ റിവ്യൂസ് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഈ കുറച്ച് നാളായിട്ട് നിങ്ങൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അത് നമുക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ജനങ്ങളാണ്, ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്കറിയാം ഓരോ കാര്യങ്ങളും വിലയിരുത്താൻ. നിങ്ങളത് വിലയിരുത്തി നെഗറ്റീവായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞാക്കി തരരുത്. നിങ്ങൾ റിവ്യൂ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പറഞ്ഞു, പക്ഷെ ഇല്ലാത്ത കാര്യം വളച്ചൊടിച്ച് പറഞ്ഞുണ്ടാക്കരുത്. നിങ്ങൾ ആരെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ PR എന്ന് വാങ്ങുന്നത് നിങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനകത്ത് ഫേവറേറ്റ്സ് ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരിക്കാം. എനിക്ക് വ്യക്തമായിട്ട് ആര്യനെ അക്ബറിനെ നിങ്ങൾ ഭയങ്കര ഫേവറിസം കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, അവരെ നിങ്ങൾക്ക് ഇഷ്ടമായിക്കോ, നമുക്ക് എന്താ കുറ്റം, നിങ്ങൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവരെ നന്നാക്കാൻ മറ്റുള്ളവരെ, അതൊരു സ്ത്രീ ആവുമ്പോൾ ഓർക്കണം അവർക്ക് പുറത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഞാനത് ഉദാഹരണം പറയുകയാണെങ്കിൽ രേണുസുധിയുടെ കാര്യം തന്നെ ഓർക്കുകയാണെങ്കിൽ, നിങ്ങൾ PR എന്ന് പറയുന്നു. രേണുസുധി ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ രേണുസുധി വല്ലയിടത്തും അല്ലെങ്കിൽ രേണുസുധിക്ക് എതിരെ ആരെങ്കിലും PR കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ലായിരുന്നല്ലോ. പക്ഷെ രേണുസുധിക്ക് സാധാരണക്കാരായ ജനങ്ങൾ തന്നെയായിരുന്നു രേണുസുധിക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കമന്റ്സുകൾ അവരിടുന്ന വീഡിയോസിനടിയിൽ ഇട്ടിരുന്നത്. അത് ഏത് PR ആയിരുന്നു? അത് ആരുടെ PR ആയിരുന്നു? അപ്പൊ ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ജനങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും, അതായത് നെഗറ്റീവ് തോട്ട്സ് ഉള്ള ജനങ്ങളും അതിനടിയിൽ ഒന്ന് കമന്റ് ഇട്ടെന്നിരിക്കാം, നെഗറ്റീവായിട്ട് പറഞ്ഞെന്നിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് രേണുസുധി നല്ലത് ചെയ്തു, അല്ലെ പല കാര്യങ്ങളും അവർ പോസിറ്റീവായിട്ട് ചെയ്തപ്പോൾ അവർ തന്നെ പോസിറ്റീവ് പറഞ്ഞു. അത് ആ സമയത്ത് നമ്മളത് കാണുമ്പോൾ ഉള്ളൊരു വികാരമാണ് നമ്മൾ അതിനകത്ത് കമന്റ് ആയിട്ട് ഇടുന്നത്. അതിനെല്ലാം PR, ഇന്നയാളുടെ PR, അവർ പടച്ചുവിട്ട PR, അവർ കൊടുത്തുവിട്ട PR എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരാളെ അതിന്റെ പേരിലായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ PR എന്നുള്ള പേരിലായിരിക്കും ഈ അനുവിനെ ഇത്രമാത്രം ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ ഒരു കാര്യം, അല്ലെങ്കിൽ ആ കുട്ടി പുറത്തു വരുമ്പോൾ അതിനൊരു ലൈഫുണ്ട്. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ട്? ഒരു ഏഷ്യാനെറ്റിനകത്ത് ഒരു വീഡിയോ വരുന്നു. ആ ഒരു വീഡിയോ അനുമോളിന് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വീഡിയോ വന്നാലും അതിനടിയിൽ കമ്പിമോള് അങ്ങനത്തെ രീതിയിൽ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് അനുമോളെ ഒരേ അക്കൗണ്ടിൽ നിന്ന് തന്നെ മോശമായിട്ട് ഇട്ടുകൊണ്ടുള്ള കമന്റ്സുകൾ വരാറുണ്ട്. അപ്പൊ അതും PR അല്ലേ? അത് ആരുടെ PR ആണ്? അതപ്പോൾ ആ കുട്ടിയെ നെഗറ്റീവായിട്ടല്ലേ വരുന്നത്? നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് കമന്റ് വരുമ്പോൾ നിങ്ങൾ ഓരോ പ്രസംഗിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെല്ലാം പറഞ്ഞ് ആ കുട്ടിയെ നെഗറ്റീവ് അടിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ ആ കുട്ടിക്ക് നേരിടുന്നുണ്ട്. നിങ്ങൾ എന്താ അത് പറയാത്തത്? നിങ്ങൾ പറയുമ്പോൾ രണ്ട് സൈഡും പറയണം. ഒരു കോയിന് രണ്ട് സൈഡ് ഉള്ളതുപോലെ നിങ്ങൾ പറയുമ്പോൾ എല്ലാ വശങ്ങളും പറയണം, എല്ലാവരുടെയും തെറ്റുകൾ പറയണം. പക്ഷെ അതൊന്നും ചെയ്യാതെ ഒരാളെ മാത്രം വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിഹത്യ ചെയ്യാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ തെറ്റാണ് രേവതി. അവർ ബിഗ് ബോസിനകത്ത് അവർക്കൊരു ലൈഫുണ്ട്, അവരവിടെ കളിക്കാനാണ് പോയിരിക്കുന്നത്. അവരവിടെ കളിക്കട്ടെ. അവരിൽ പലരും പല രീതിയിലുള്ള ഗെയിം സ്ട്രാറ്റജി എടുക്കും. ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ ഇന്ന് തന്നെ പറഞ്ഞു അനുമോൾക്ക് 25 പാവ കിട്ടിയിരുന്നു. അതിനകത്ത് ഒരു പാവെ നെവിൻ തട്ടി മാറ്റി, അല്ലെങ്കിൽ നെവിൻ എടുത്ത് മാറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ അനുമോൾക്ക് 24. അത് നിങ്ങൾ പറഞ്ഞു നെവിന്റെ ഗെയിം ചേഞ്ച് ആണെന്ന്. നെവിൻ അവിടെ ഒരു ഗെയിം ചേഞ്ച് ഉണ്ടാക്കിയെന്ന്. പക്ഷെ നിങ്ങൾ എന്ന് വെച്ചാൽ അനുമോള് 2ാം സ്ഥാനത്ത് അനുമോൾ ഒറ്റയ്ക്ക് വരുന്നിടത്ത് അനുമോളും അനീഷും കൂടെ വന്നു. അങ്ങനെ ഒരു ഗെയിം ചേഞ്ച് ഉണ്ടാക്കിയെന്ന്. അതുപോലല്ലേ ആദില് അങ്ങനെയാണെങ്കിൽ അക്ബറിന്റെ പാവകളെടുത്ത് ഗെയിം ചേഞ്ച് ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾ അതിനെ എന്തുകൊണ്ട് ഗെയിം ചേഞ്ച് എന്ന് പറയില്ല? അവിടെ നിങ്ങൾ തമ്മിൽ അക്ബർ കരഞ്ഞു, അക്ബറിന്റെ കണ്ണ് നിറഞ്ഞു, ഇങ്ങനെയൊക്കെ നിങ്ങൾ അക്ബറിനെ കുറച്ച് വെള്ള പൂശിയാണ് ഇട്ടേക്കുന്നത്. എന്തിനാ ഇടുന്നത്? ആദ്യം നിങ്ങൾ ഇച്ചിരി നെഗറ്റീവ് പറഞ്ഞ, അല്ലെങ്കിൽ അവരെല്ലാം കൂടെ അത് അവരുടെ ഗെയിം അല്ലേ, അത് അവരുടെ ഗെയിം ചേഞ്ച് അല്ലേ? അതെന്താ നിങ്ങൾ അപ്പൊ രണ്ട് രീതിയിൽ, നെവിൻ ചെയ്തപ്പോൾ അനുമോളോട് ചെയ്തപ്പോൾ അത് ഗെയിം ചേഞ്ചും, അവർ ചെയ്തപ്പോൾ അത് മോശവും. അതെങ്ങനെയാണ് രേവതി അങ്ങനെയാവുന്നത്? ഇതിലൂടെ തന്നെ നിങ്ങളുടെ രണ്ട് സ്റ്റാൻഡ് മനസ്സിലാവുമല്ലേ?
നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ വീണ് പോകും. നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ ലെവൽ താഴെ പോയി, നിങ്ങളുടെ റിവ്യൂവിന്റെ ലെവൽ താഴെ പോവാണ്. പ്രേക്ഷകർക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് ഇപ്പം നിങ്ങളുടെ രീതി മനസ്സിലായി, നിങ്ങൾ പറയുന്ന റിവ്യൂവിന് പൂർണ്ണമായിട്ടും ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു നിങ്ങൾ പറയുന്നത് എന്താണ്. പിന്നെ കുറച്ച് പേര് കാണും ഇപ്പോഴും ഈ അതായത് ലൈവും ഇതൊന്നും കാണാതെ നിങ്ങളെ മാത്രം വിശ്വസിച്ച് നിൽക്കുന്നത്. ആ ഉള്ള ആളുകളെയും കൂടെ നിങ്ങൾ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്, പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പച്ചയ്ക്ക് തന്നെ പറയേണ്ടി വരും.